നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ചില വ്യക്തികളെ ഒരിക്കലും മറക്കാൻ കഴിയാത്തവരാണ്. ചിലർ നമ്മളെ ഒരുപാട് സ്നേഹിച്ചിട്ടും പറയാതെ പോയവരായിരിക്കും. ചിലർ നമ്മളെ വിട്ടുപോയിട്ടും ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. ചിലരെ കുറിച്ച് ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു ചോദ്യം മാത്രം മനസ്സിൽ വീണ്ടും വീണ്ടും ഉണർന്നു വരും. ആ വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എന്നെ മറന്നോ? അതോ ഇന്നും മനസ്സിന്റെ ഏതോ കോണിൽ ഞാനുണ്ടോ? ഞങ്ങൾ വീണ്ടും ഒരുമിക്കുമോ? ഞങ്ങളുടെ ബന്ധത്തിന് ഇനിയൊരു ഭാവിയുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ആരുടെയും കൈവശമില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സും പ്രപഞ്ചശക്തിയും തമ്മിൽ ഒരു അദൃശ്യ ബന്ധം രൂപപ്പെടുവാറുണ്ട്. ആ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതവുമായി അത്ഭുതകരമായ സാമ്യമുള്ള ചില സൂചനകൾ നൽകാറുണ്ട്. ഇന്നത്തെ ഈ തൊടുകുറി അതുപോലൊരു ആത്മീയ അനുഭവമാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ രണ്ട് വിശുദ്ധ ചിഹ്നങ്ങളാണ് നൽകിയിരിക്കുന്നത്. മുല്ലപ്പൂവ്, താമരപ്പൂവ്. ഈ രണ്ട് പൂക്കളും വെറും പൂക്കളല്ല. ഓരോന്നിനും വ്യത്യസ്തമായ ഒരു ഊർജമുണ്ട്, വ്യത്യസ്തമായ ഒരു സന്ദേശമുണ്ട്, വ്യത്യസ്തമായ ഒരു ജീവിതപാതയുണ്ട്. ഒരു പൂവ് പറയുന്നത് പറയാതെ സൂക്ഷിച്ചിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. മറ്റൊരു പൂവ് പറയുന്നത് വിധി വീണ്ടും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ബന്ധത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരാൾ മാത്രം ഉണ്ടാകട്ടെ. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ആ വ്യക്തി, അയാളുടെ മുഖം മനസ്സിൽ തെളിയട്ടെ. അയാളുടെ ശബ്ദം, ഓർമ്മകൾ, നിങ്ങളോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ എല്ലാം ഒരു നിമിഷം മനസ്സിലൂടെ കടന്നു പോകട്ടെ. ശേഷം മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: എനിക്ക് അറിയേണ്ട സത്യം എന്താണോ അത് ഈ തിരഞ്ഞെടുപ്പിലൂടെ എനിക്ക് മനസ്സിലാകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ. മുല്ലപ്പൂവിലേക്കോ താമരപ്പൂവിലേക്കോ ശാന്തമായി നോക്കൂ. നിങ്ങളുടെ മനസ്സ് ആദ്യം ആകർഷിക്കുന്ന പൂവ് ഏതാണോ അത് മാത്രം തിരഞ്ഞെടുക്കുക. ആരുടെയും അഭിപ്രായം നോക്കരുത്, ചിന്തിച്ച് തിരഞ്ഞെടുക്കരുത്. കാരണം ആദ്യത്തെ തോന്നലാണ് നിങ്ങളുടെ അവബോധ മനസ്സിന്റെ യഥാർത്ഥ തിരഞ്ഞെടുപ്പ്. നിങ്ങൾ തിരഞ്ഞെടുത്ത പൂവിന്റെ പിന്നിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? വീണ്ടും നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബന്ധം വീണ്ടും ഒന്നിക്കുമോ? അല്ല എങ്കിൽ ഈ ബന്ധം ഇവിടെ അവസാനിക്കുമോ? എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ വിശദമായി മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക, ഇതൊരു ആത്മീയ തൊടുകുറി റീഡിംഗ് ആണ്. ഇത് സാധ്യതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പൊതുവായ ഫലമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. അപ്പോൾ ഇനി കൂടുതൽ സമയം കളയാതെ നിങ്ങൾ തിരഞ്ഞെടുത്ത പൂവിന്റെ പിന്നിലെ രഹസ്യങ്ങൾ ഓരോന്നായി നമുക്ക് അറിയാം. ഫലങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറ്റവും ഒന്നാമത്തെ പൂവായിട്ടുള്ള മുല്ലപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങളോട് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ തിരഞ്ഞെടുപ്പ് യാദൃച്ഛികമല്ല. നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഈ പൂവിലേക്ക് നിങ്ങളെ നയിച്ചത്. മുല്ലപ്പൂവ് ശുദ്ധമായ സ്നേഹത്തിന്റെയും പ്രതീകമാണ്. നിശബ്ദമായി മനസ്സിൽ സൂക്ഷിക്കുന്ന വികാരങ്ങളുടെ പ്രതീകമാണ്. പറയാൻ കഴിയാതെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന പ്രണയത്തിന്റെ സുഗന്ധമാണ് ഈ പൂവ്. അതുകൊണ്ട് തന്നെ ഈ പൂവ് തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിലും ഒരുപാട് പറയാതെ പോയ വികാരങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നതായി ഈ റീഡിംഗിൽ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി, അത് ആരായാലും, നിങ്ങൾ സ്നേഹിക്കുന്ന ആളാകാം, നിങ്ങളിൽ നിന്ന് അകന്നുപോയ ആളാകാം, ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാകാം, ജീവിത പങ്കാളിയാകാം, അല്ല എങ്കിൽ ഒരിക്കലും തുറന്നു പറയാൻ കഴിയാത്ത ഒരാളാകാം. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വന്ന ആ വ്യക്തിയെക്കുറിച്ചാണ് ഈ റീഡിംഗ്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ശക്തമായി കാണുന്നത്. പുറമെ നിന്ന് നോക്കുമ്പോൾ ആ വ്യക്തി സന്തോഷത്തോടെ ജീവിക്കുന്നതായി തോന്നാം, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതുപോലെ പെരുമാറുകയും ചെയ്യാം. പക്ഷേ അത് മുഴുവനും സത്യമല്ല. കാരണം രാത്രി നിശബ്ദമാകുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിൽ, പഴയ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ തന്നെ നിങ്ങളുടെ മുഖം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ച ചില വാക്കുകൾ, ഒരുമിച്ച് കണ്ട ചില സ്ഥലങ്ങൾ, നിങ്ങൾ ചിരിച്ച നിമിഷങ്ങൾ, ചില ചെറിയ ഓർമ്മകൾ പോലും ഇന്നും ആ വ്യക്തിയുടെ മനസ്സിൽ സ്പർശിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ചിന്ത പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം വളരെ വ്യക്തമായി കാണുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു കുറ്റബോധമുണ്ട്. അത് വലിയ
തെറ്റായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു വാക്ക് പറയാതെ പോയതിന്റെ വിഷമം, ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാതെ പെരുമാറിയതിന്റെ സങ്കടം, ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച നിമിഷങ്ങളുടെ ഓർമ്മ. ഇതിലേതെങ്കിലും ഒന്നിന്റെ ഭാരമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നിങ്ങളെ ബന്ധപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടും വീണ്ടും പിന്മാറുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ സംസാരിച്ച ആൾ എന്ത് വിചാരിക്കും? ഇത്രയും കാലത്തിനു ശേഷം സംസാരിക്കുന്നത് ശരിയാകുമോ? എന്നെ സ്വീകരിക്കുമോ? അല്ല എങ്കിൽ എന്നെ വെറുക്കുന്നുണ്ടാകുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു അകലം നിലനിൽക്കുന്നത്. ഈ റീഡിംഗിൽ മറ്റൊരു പ്രത്യേക സൂചനയും കാണുന്നു. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ ആ വ്യക്തിയും ചില കാര്യങ്ങൾ മാനസികമായി തളർന്നിരിക്കുന്ന സമയമാണിത്. പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. ആ ശൂന്യതയ്ക്ക് കാരണം പലർക്കും അറിയില്ല. പക്ഷേ ഈ റീഡിംഗ് പറയുന്നത് ആ ശൂന്യതയിൽ നിങ്ങളുടെ ഓർമ്മയ്ക്കും ഒരു പങ്കുണ്ടെന്നാണ്. ചില സമയങ്ങളിൽ ആ വ്യക്തി നിങ്ങളുടെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടുണ്ടാകും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയാണോ? ജീവിതത്തിൽ പുതിയ ആളുകൾ വന്നോ? നിങ്ങൾ മുന്നോട്ട് പോയോ? ഇതൊക്കെ അറിയുവാനുള്ള ഒരു ചെറിയ ആഗ്രഹം ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും കാണുന്നു. പക്ഷേ അതൊന്നും തുറന്ന് സമ്മതിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നത് വെറുതെയല്ല. കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പൂർത്തിയാകാത്ത ചില വികാരങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഈ തൊടുകുറി കാണിക്കുന്നു. അത് പ്രണയമാകാം, സൗഹൃദമാകാം, അല്ലായെങ്കിൽ ഒരിക്കലും പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാത്ത ചില വാക്കുകളാകാം. എന്തായാലും ഈ ബന്ധം നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു ബന്ധമാണ്. പക്ഷെ ഒരു മുന്നറിയിപ്പ് ഇവിടെ കാണുന്നു. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ജീവിതം നിർത്തിവെച്ച് കാത്തിരിക്കരുത്. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ തീരുമാനത്തെ ആശ്രയിക്കരുത്. നിങ്ങൾ സ്വയം മാറി, സ്വയം സ്നേഹിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ തുടങ്ങുന്ന നിമിഷം ഈ ബന്ധത്തിലും അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ ശക്തമായി കാണുന്നു. അടുത്ത ദിവസങ്ങളിൽ അല്ല എങ്കിൽ അടുത്ത ആഴ്ചകളിൽ പ്രതീക്ഷിക്കാത്ത ഒരു സന്ദേശം, ഒരു ഫോൺ കോൾ, അല്ല എങ്കിൽ ഒരു പരോക്ഷ വിവരം ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തുവാനുള്ള സാധ്യതയും ഈ റീഡിംഗിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമ നഷ്ടപ്പെടുത്തരുത്, എന്നാൽ അമിത പ്രതീക്ഷയും വെക്കരുത്. ദൈവം ശരിയായ സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കാണേണ്ടവർ വീണ്ടും കണ്ടുമുട്ടും, പറയേണ്ട വാക്കുകൾ വീണ്ടും പറയപ്പെടും. പക്ഷെ അതിനു മുൻപ് നിങ്ങളിൽ ആത്മവിശ്വാസവും മനസമാധാനവും ഉണ്ടാകണം. ഈ മുല്ലപ്പൂവ് തിരഞ്ഞെടുത്തവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും മറന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് ആ വ്യക്തി. സമയം അതിന്റെ ഉത്തരങ്ങൾ പതുക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള മുല്ലപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലമായിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തതായി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. താമരപ്പൂ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ റീഡിംഗിൽ കാണുന്ന കാര്യങ്ങൾ വളരെ ആഴത്തിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുവാനുള്ള സാധ്യതയുണ്ട്. താമരപ്പൂവ് ചെളിയിൽ വിരിഞ്ഞാലും അതിന്റെ ഭംഗിയും വിശുദ്ധിയും നഷ്ടപ്പെടാത്ത ഒരു പൂവാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളും. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര തവണ മനസ്സ് തകർന്നാലും ഉള്ളിൽ ഇന്നും സ്നേഹിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയെക്കുറിച്ച് ഈ റീഡിംഗ് വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ വെറുക്കുന്നില്ല, പക്ഷെ നിങ്ങളെ എങ്ങനെ സമീപിക്കണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ്. പലപ്പോഴും നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നും, പിന്നീട് വീണ്ടും പിന്മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? നിങ്ങൾ സന്തോഷവാനാണോ? നിങ്ങൾ ഇപ്പോഴും തന്നെ ഓർക്കുന്നുണ്ടോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലൂടെ പലവട്ടം കടന്നു പോകുന്നതായി ഇവിടെ കാണുന്നു. ഈ ബന്ധം അവസാനിച്ചു എന്ന് പുറമെ തോന്നുമെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. ചില കാര്യങ്ങൾക്ക് സമയം വേണമെന്നു കരുതി ആ വ്യക്തി സ്വയം അകലം പാലിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, ആ വ്യക്തി ഇപ്പോൾ ജീവിതത്തിലെ ചില വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലാണ്. ജോലി, കുടുംബം, സാമ്പത്തിക ബാധ്യത, അല്ലായെങ്കിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ. ഇതിലേതെങ്കിലും ഒന്നാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനെ കൂടുതൽ അലട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള വികാരങ്ങൾ ഉണ്ടെങ്കിലും അത് തുറന്ന് പ്രകടിപ്പിക്കുവാൻ കഴിയാത്തത്. ഈ റീഡിംഗിൽ ഒരു പ്രത്യേക സൂചനയും കാണുന്നു. ആ വ്യക്തി ഒരിക്കൽ നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് അതിന് വലിയ പ്രാധാന്യം നൽകിയില്ലെങ്കിലും ഇപ്പോൾ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കാരണം
ചിലപ്പോൾ കുറ്റബോധവും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അഹങ്കാരം കൊണ്ടല്ല, എങ്ങനെ തുടങ്ങണമെന്നറിയാത്ത അവസ്ഥ കൊണ്ടാണ് നിശബ്ദത തുടരുന്നത്. നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് പല രാത്രികളിലും ചിന്തിച്ചിട്ടുണ്ടാകാം. ഇനി ഈ ബന്ധത്തിന് ഒരു ഭാവിയുണ്ടോ? വീണ്ടും സംസാരിക്കുമോ? വിധി വീണ്ടും ഞങ്ങളെ ഒന്നിപ്പിക്കുമോ? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. ഈ തൊടുകുറി പറയുന്നത് ഈ ബന്ധത്തിന്റെ വാതിൽ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്നതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇനി ഈ ബന്ധം പഴയ രീതിയിൽ മുന്നോട്ട് പോകില്ല. രണ്ടുപേരും മാറേണ്ടതുണ്ട്. രണ്ടുപേരും പഴയ തെറ്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ ബന്ധത്തിന് പുതിയൊരു തുടക്കം ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ഒരു അപ്രതീക്ഷിത വാർത്ത വരുവാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നു. അത് നേരിട്ട് ആ വ്യക്തിയിൽ നിന്നാകണമെന്നില്ല. ഒരു സുഹൃത്തു വഴിയോ ഒരു ബന്ധു വഴിയോ അല്ലെങ്കിൽ യാദൃച്ഛികമായ ഒരു കണ്ടുമുട്ടലിലൂടെയോ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വിവരം നിങ്ങളിലേക്ക് എത്താം. ആ വാർത്ത നിങ്ങളുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷ നൽകുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഒരു മുന്നറിയിപ്പും ഇവിടെ കാണുന്നു. നിങ്ങളുടെ എല്ലാ വികാരങ്ങളും ആ വ്യക്തിയുടെ തീരുമാനത്തെ മാത്രം ആശ്രയിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും നിങ്ങൾ അർഹിക്കുന്ന സന്തോഷത്തിനും വില കൊടുക്കുക. കാരണം ഈ റീഡിംഗിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം അടുത്തു വരുന്നു എന്നതാണ്. ഈ മാറ്റം ഈ വ്യക്തിയിലൂടെ വരാം, അല്ല എങ്കിൽ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്ന മറ്റൊരാളിലൂടെ വരാം. ആ വാതിൽ ഇപ്പോഴും പൂർണ്ണമായി തുറന്നിട്ടില്ല. അതിനാൽ ഒന്നും മുൻകൂട്ടി തീരുമാനിക്കരുത്. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വഴി ഇപ്പോഴും രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആത്മീയമായി നോക്കുമ്പോൾ ഈ ബന്ധത്തിന് ഒരു കർമ്മബന്ധത്തിന്റെ സൂചന കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എത്ര ശ്രമിച്ചാലും ഈ വ്യക്തിയെ പൂർണ്ണമായും മറക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്. എന്നാൽ ഓരോ കർമ്മബന്ധവും വിവാഹത്തിൽ അവസാനിക്കണമെന്നില്ല. ചില ബന്ധങ്ങൾ നമ്മളെ ജീവിതത്തിലെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കാനാണ് വരുന്നത്. ചില ബന്ധങ്ങൾ നമ്മളെ ശക്തരാക്കാനാണ് വരുന്നത്. മറ്റു ചില ബന്ധങ്ങൾ ശരിയായ സമയത്ത് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരുവാനുമുണ്ട്. ഈ ബന്ധം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നത് അടുത്ത കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് വ്യക്തമാക്കുന്നത്. അതുവരെ ക്ഷമയോടെ മുന്നോട്ടു പോവുക. പ്രാർത്ഥന കൈവിടരുത്. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിക്ക് വേണ്ടി നല്ലത് മാത്രം പ്രാർത്ഥിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ഒരാളെ സത്യസന്ധമായി സ്നേഹിച്ചാൽ ദൈവം ശരിയായ സമയത്ത് ആ ബന്ധത്തിന് ഏറ്റവും നല്ല തീരുമാനം തന്നെയായിരിക്കും നൽകുക. ഈ താമരപ്പൂ തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള അധ്യായം ഇതുവരെ അവസാനിച്ചിട്ടില്ല. പക്ഷെ അടുത്ത തീരുമാനം എടുക്കുന്നതിന് മുൻപ് സമയം രണ്ടുപേരും കുറച്ചുകൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.